ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ മസാല ദോശ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ പച്ചരിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ദോശ ചുറ്റാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു കയ്യിലിൻ്റെ അളവിനാണ് ഉഴുന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ പച്ചരി. ഉലുവ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു 4 മണിക്കൂർ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്ത് കൈക്ക് വാഷ് ചെയ്തതാട്ടോ. എന്നിട്ട് ഇത് ഒന്ന് അടിച്ചെടുത്ത് വരട്ടോ. നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ഓട്ടടൻ്റെ മാവിൻ്റെ ഒരു പരുവത്തിൽ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല സോഫ്റ്റും ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കോരി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. മാവ് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് മാവൊക്കെ കിട്ടേണ്ടത്. അപ്പോൾ അതാ നമ്മൾ 7 മണിക്കൂർ മാവ് കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശ നല്ല രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പൊന്തി ഏകദേശം ഈ ഒരു രീതിക്കാണ് കേട്ടോ മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മാവ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം ഉപ്പിട്ട് കൊടുക്കാറില്ല. കാരണം ഒരു ചെറിയൊരു പുളിപ്പുണ്ടാവുമല്ലോ, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇതാ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു കേടും പറ്റൂല കേട്ടോ. നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവിൻ്റെ അരവും നമ്മൾ സോക്ക് ചെയ്യണ കുതിരാൻ വെക്കണ ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ ചുറ്റി വരാനും എല്ലാത്തിനും ഒരു സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണേ. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നെയ്യ് വേണ്ട ഇഷ്ടമുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഞാനിതിലോട്ട് മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മസാല വെച്ചാൽ നമ്മൾ അപ്പം തന്നെ കഴിക്കണം കേട്ടോ. സ്പോട്ടിൽ കഴിക്കണം ഏറ്റവും നല്ലത്. അല്ലാത്തവർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റും ക്രിസ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത മസാല ദോശയും നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതിലെ മസാല ഉണ്ടാക്കിയത് എല്ലാവരും കാണാൻ മറക്കരുത്. നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു മസാല ദോശക്കുള്ള ഒരു കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.